പുറത്ത് നല്ല മഴയാണ് കേട്ടോ കൂട്ടുകാരെ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ റോസ് കുഞ്ഞുങ്ങളൊക്കെ ഇതാ വിടർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. അതിലൊരു റെഡ് റോസ്. കാണുമ്പോൾ രസം. ഒന്ന് താന്നു പോയി, വെള്ളമൊക്കെ കെട്ടി നിൽക്കും. നല്ല മഴ പാറ്റിലുണ്ട്. മുറ്റത്തൊക്കെ കയ്യിരുന്നിച്ച് കുട്ടി ഓരങ്ങളിലൊക്കെ കണ്ടോ മണ്ണ് ഉറുമ്പ് ഇങ്ങനെ മണ്ണ് ഇതാക്കും. നോക്കി മണ്ണ് ഉണ്ടോ ഉറുമ്പ് മുറ്റത്തൊക്കെ പാമ്പ് പോലെ പോലെ. ഇത് നല്ല മഴയാണ്, മഴപ്പാറ്റുണ്ട് ഇങ്ങനെ. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നല്ല മഴയാണ് കേട്ടോ പുറത്ത്. ഇപ്പോൾ ശനി ഞായറും ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല മഴ. പിന്നെ ഞാൻ ബാക്കിൽ വന്നപ്പോൾ നമ്മുടെ അണ്ണാൻകുട്ടികളെ കണ്ടിട്ട്, നമുക്ക് 2 അണ്ണാൻകുട്ടികളുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞാപ്പൂ മുത്തുമണി പറഞ്ഞിട്ട്. അപ്പോൾ ഇവറ്റകളെ കണ്ടപ്പോൾ ആ ഓർമ്മ വന്നു. അപ്പോൾ അതിന് ഞാനിങ്ങനെ ഒന്ന് വേടിയെടുത്ത് ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അങ്ങനെ തിന്നിട്ട് കുറേ നേരം നിന്നിട്ടാ. പിന്നെ എല്ലാവരുടെയും സൗണ്ട് കേട്ടപ്പോൾ ഓട്ടം. പിന്നെ നമ്മുടെ ചെടിയിൽ നല്ല കുഞ്ഞ് പിങ്ക് റോസൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ഇവർ കൂട്ടത്തിൽ നിൽക്കുന്നത് കാണാൻ. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? അപ്പോൾ നമുക്കിന്ന് രാവിലെ ചപ്പാത്തിയും മസാലക്കറിയായിട്ട് ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും കഴിക്കൽ കഴിഞ്ഞു, ഞങ്ങളും കഴിച്ചു. പിന്നെ ഉച്ചക്കലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു മണിക്കാട്ടോ വീഡിയോ എടുക്കണം. അപ്പോൾ റിയാസ്ക കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിയാസ്ക കഴിക്കാൻ വന്നപ്പോൾ മഴയൊക്കെ നനഞ്ഞ് പിന്നിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തലയൊക്കെ തുടച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ TV നോക്കിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന റിയാസ്ക കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ പറയാത്ത പോലെ ഞാൻ എടുത്ത വീഡിയോയിൽ അധികം നിൽക്കൂല. കുട്ടി ഇതാ അവിടെ തണുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് TV നോക്കുകയാണ് കേട്ടോ. അവൾക്ക് TV ഇട്ട് കൊടുത്താൽ അവൾ ഇങ്ങനെ നോക്കും അല്ലേ. ചേറുമാമൊക്കെ തിന്ന് അങ്ങനെ ഇരിക്കരുതല്ലേ. ഇനിയിപ്പോൾ നാളെ സ്കൂളിലേക്ക് പോകണ്ടേ പാത്തുക്കുട്ടിക്ക്? നാളെ സ്കൂളിൽ പോകണ്ടേ? എന്താണ് ചോളി പോകണ്ടേ? ചോളിക്ക് നാളെ ചോളി പോകണ്ടേ? പറയ്, ചോളി പോകണ്ടേ? ടാറ്റ ബായ് പറ, ടാറ്റ ബായ് പറ, ടാറ്റ ബായ്, ടാറ്റ ബായ് പറ, ബായ് പറ, ബായ് പറ. പല്ല് തേച്ച് വന്നല്ലോ. ഇനി നാളെ കുളിക്കുമ്പോൾ കേട്ടാ. നാളെ കുളിക്കുമ്പോൾ കേട്ടോ സ്വത്തേ. അവിടെ ഇന്നോട്ടാ. ലായിലോട്ടിക്ക ആ ലായില ലായിലോട്ടിക്ക ലായില കൊട്ട് ലായില ലായിലോട്ട് ആ ലായില ഇല്ലല്ല ലായിലോട്ടാൻ പറഞ്ഞ അല്ല പറ, അല്ല പറ പാത്തുക്കുട്ടി, അല്ല പറ, അല്ല പറ, അല്ല പറ. അവളുടെ പുതപ്പൊക്കെ തിരുമ്പിയിട്ട് കേട്ടാ ഉണങ്ങാൻ വേണ്ടിയിട്ട് അല്ലേ. അല്ല പറ പാത്തുക്കുട്ടി, അല്ല പറ, അല്ല ലായിലോട്ട്. കുറേ പ്രാവശ്യം പറഞ്ഞാലാട്ടോ അവൾ ചെയ്യുള്ളൂ. ഒഴിവിട്ടുമ്പോൾ ഇങ്ങനെ അവളുടെ അടുത്ത് വർത്താനം പറഞ്ഞിരിക്കും ഞാൻ അല്ലേ. സ്കൂളില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടുന്നു അല്ലേ. അല്ലെങ്കിൽ നേരത്തെ അടിച്ച് കുളിച്ച് സ്കൂളിൽ പോകണം. പാത്തുക്കുട്ടിക്ക് ഇന്ന് ലീവ് അല്ലേ. മഴ എങ്ങനെ പോകും സ്കൂളിലേക്ക്? വികൃതി വേണ്ട, കളിക്കണ വേണ്ട. ഇതാണ് റയീസ്, വികൃതി രാമൻ റയീസ് അല്ലേ. ആടി വെച്ച് റിയാസ്ക ഓട്ടോക്കാരൻ പാട്ടുപാട് നോക്കുന്നത്. ഓട്ടോക്കാരൻ പാവ ഓടി തളർന്നിട്ടിരിക്കുക കേട്ടോ ഗെയ്സ്. ഞാൻ മിഷൻ അടിക്കാൻ വേണ്ടി നോക്കിയതാട്ടോ. നോക്കുമ്പോൾ മിഷൻ അങ്ങനെ സ്റ്റെക്കായി കിടക്കണം. റിയാസ്കൻ്റെ കാക്കിയൊക്കെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു, കുട്ടികളുടെ കീറിയതൊക്കെ ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ മിഷൻ ആകെ പണി തന്നു. അത്ര മുഖം മാത്രം കാണിക്കാം. രജിക്കുട്ടി എൻ്റെ മിഷൻ പണി തന്നു. തിരിയില്ല, ഇത് ഭയങ്കര ടൈറ്റ്, ചവിട്ടാനേ പറ്റില്ല. പിന്നെ മോട്ടർ ഉണ്ട് കേട്ടോ. മോട്ടർ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അറിയില്ല. അതും വയറ് ഷോർട്ടായി കിടക്കണം, തണുപ്പായ കാരണേ.
അപ്പം ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇതെന്തായാലും നേരാക്കാം. ഒരിക്കൽ ഞാൻ നേരാക്കിയതായിരുന്നു, അതുകൊണ്ട് ഇനി നേരാക്കേണ്ട അവസ്ഥയാണ് കാണുന്നത്. അതിൻ്റെ തീരെ അടിക്കാൻ പറ്റുള്ള കേട്ടോ ഗൈസ്. അയ്യോ എനിക്ക് ചവിട്ടാനും കൂടി പറ്റില്ല. എന്താ ടൈറ്റ്, അനങ്ങണേ ഇല്ലടി തിരിക്ക്. അയ്യോ കണ്ട കാലം അനങ്ങണേ ഇല്ല. വിഷയം ചവിട്ടാനേ പറ്റുന്നില്ല കേട്ടോ. നോക്ക് നല്ല ടൈറ്റ് കണ്ടോ. ഇപ്പോൾ റിയാസ് ഖാനോട് ഒഴിവിട്ടുമ്പോൾ ഒന്ന് നേരാക്കി തരാൻ പറയണം. ഞാൻ ഇതൊക്കെ പുതിയത് ഇട്ടതാട്ടോ, കുറേ ആയി ഇട്ടിട്ട്. ഞാൻ അടിക്കുന്ന സമയത്ത് ഇട്ടതാണ്. അപ്പോൾ ഇതിനൊന്നും കംപ്ലൈൻ്റ് ഇല്ല, ഇതിന് മാത്രമാണ്. ഞാൻ യൂട്യൂബിൽ നോക്കി നേരാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ സാമഗ്രികളൊക്കെ റിയാസ് ഖാൻ്റെ വണ്ടിയിലാണ്. അപ്പോൾ എന്താ റിയാസ് കയറ്റം ഞാൻ അയച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ഒക്കെ പോകും. ഇതൊക്കെ ലൂസായി കിടക്കണം, ഈ നെട്ടും ബോൾട്ടൊക്കെ ലൂസായിട്ട് കിടക്കണം. ഒന്ന് നേരാക്കാൻ പറ്റില്ല, അത് ടൈറ്റ് ഒരുപാട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്. അല്ലേ ടാറ്റ പറ, ടാറ്റ ബൈ പറ, അസ്സലാമു അലൈക്കും.